ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അടിപൊളി കിടിലൻ ഒരു കണ്ടന്റാണ്. ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ട് എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എന്താണ് ആ സംഭവം എന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഈ കാണുന്നത് 100 ലൈസിൻ്റെ പാക്കറ്റാട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഇത്രത്തോളം ലൈസൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നുമില്ല, നമുക്കറിയാം നമ്മളൊക്കെ ലൈസിൻ്റെ പാക്കറ്റ് ലൈസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ ഇതിൽ കൂടുതൽ കാറ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ലൈസിൽ കൂടുതൽ കാറ്റ് തന്നെയാണ് നമുക്കൊക്കെ അറിയാം. എന്നാലും ഇത്രത്തോളം ലൈസ് 100 ലൈസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്ര ലൈസ് നമുക്ക് കിട്ടും, എത്രത്തോളം ലൈസിൻ്റെ ആ ഒരു ചിപ്സ് നമുക്ക് കിട്ടുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ആകാംക്ഷയുണ്ട് എത്രത്തോളം ലൈസ് ഇതിലുണ്ടാവുമെന്ന്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ നമുക്ക് നേരെ ലൈസിൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ 105 ലൈസിൻ്റെ പാക്കറ്റാണ് വാങ്ങിയത്. അതായത് 105 ലൈസിൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈസിൻ്റെ ഈ ഒരു മാല, അതായത് ഇത്രയും വലുപ്പമുള്ള ഓരോരോ പീസായിട്ടാണ് വരിക. അപ്പോൾ അതിൽ 15 എണ്ണം ഉണ്ടാവുക. അപ്പോൾ 7 × 15 105. അപ്പോൾ നമുക്ക് 100 എണ്ണേ ആവശ്യമുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഒരു 5 എണ്ണം ഒഴിവാക്കാം. 1 2 3 4 5. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഈ സൈഡിലേക്കൊന്ന് നീക്കി വെക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഒരു പാത്രം എടുക്കാം. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൈസ് പാക്കറ്റ് പൊട്ടിച്ചിട്ടോ. ഇതിൽ എത്ര പീസ് ഉണ്ട് നോക്കാം. ബാക്കി നമുക്ക് അതിനുകൊണ്ട് ഈ കാൽക്കുലേറ്റ് ചെയ്യാം. 1 2 3 4 5 ഒരു 11 ഒരു ഏകദേശം പിന്നെ കുറച്ച് പൊട്ടും ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ 12 പീസാട്ടോ ഒന്നിലുള്ളത്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇനി 99 ലൈസ് പാക്കറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 70% ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 70 എണ്ണമൊക്കെ പൊട്ടിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റൊന്ന് മാത്രം കാറ്റൊന്നും ഇല്ലാത്തത് കിട്ടി. അങ്ങനെ നമ്മൾ ഇനി 2 എണ്ണം മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് 2. ഓക്കെ, നമ്മുടെ പാത്രം ഏകദേശം നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആട്ടോ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. 100 ലൈസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. ബാക്കി ഇതുപോലെ ഇത്രയും വേസ്റ്റാണ്, ഇത്രയും കവറ്. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 ലൈസ് പാക്കറ്റ് എടുത്തതിന് ശേഷം അതിൽ എത്രത്തോളം ലൈസ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം കാറ്റുണ്ട്, അതായത് എയർ ഉണ്ട് നോക്കി. കാറ്റ് നമുക്ക് ഏതെങ്കിലും അളക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈസ് എടുത്ത് നോക്കി, ഇത്രയും ലൈസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു വലിയ പാത്രം ഉണ്ട്. അതായത് ഒരു ലൈസിൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലൈസിൻ്റെ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എണ്ണിയിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പം 11 എണ്ണം ഉണ്ടായിരുന്നു, ഏകദേശം 11 എണ്ണം. അപ്പോൾ 11 എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് 1100 പീസ് ഉണ്ടാവും. അതുപോലെ തന്നെ 10.7 ഗ്രാം അത്. അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോയും 70 ഗ്രാമും, അതെ 70 ഗ്രാമും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അതായത് 13 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ 100 ലൈസൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് ലൈസ് മാത്രമല്ല, മിങ്കോ അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ ഒരു നല്ല അടിപൊളി ഒരു സ്റ്റോറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്സിഡൻ്റലി സംഭവിച്ചൊരു സംഭവമാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ ലൈസ് എന്നല്ല ഒരു പൊട്ടറ്റോ ചിപ്സ് അല്ല ആദ്യം ഉണ്ടാക്കിയിരുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു ജോർജ് ക്രം എന്ന് പറയുന്ന ഒരു ഷെഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ പൊട്ടറ്റോ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള ഒരു വിഭവം. അതായത് നമ്മൾ അതിൻ്റെ പേര് അദ്ദേഹം ഇട്ടിരുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഫ്രൈസ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈസ് എന്ന് പറയുന്നത് സാധാ നോർമലി ഒരു പൊട്ടറ്റോ എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക, പൊരിച്ചിട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹോട്ടലിൽ ഒരു ദിവസം വന്ന ഒരു കസ്റ്റമർക്ക് ഇത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി മാറ്റിയിട്ട് ഇത് ജസ്റ്റ് കുറച്ചും കൂടി ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം 1-2 പ്രാവശ്യം ചെറുതാക്കി കൊണ്ടുപോയെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് അതും അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമാവധി ഈ ഒരു ഷെഫ്, അതായത് ജോർജ് ക്രം, അദ്ദേഹത്തിൻ്റെ പരമാവധി കഴിവെടുത്തതിന് ശേഷം വളരെ നൈസായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത അന്ന് മുതലാണ് ഈ ഒരു
പൊട്ടറ്റോ ചിപ്സ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം അവിടെ ഭയങ്കരമായിട്ടുള്ള എന്താ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചൊരു സംഭവമായിട്ട് ഈ ചിപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്കറിയാം ലൈസ്, ഈ പൊട്ടറ്റോ ചിപ്സ് ഇത് ഇത്രത്തോളം കട്ടി കുറച്ച് പിന്നെ പല പല ഫ്ലേവറിലൊക്കെ ഇറക്കി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. അതായത് സാധാരണ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെറുതെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അതൊരു വീഡിയോ ആക്കി ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു 100 ലൈസ് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അതായത് 1 കിലോയോളം ലൈസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഏകദേശം ഒരു അതിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1000-1600 ചിപ്സൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാമെന്നൊരു കാര്യം കൂടി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ സ്റ്റോറി, അതായത് ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചൊരു സംഭവമാണ് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ്. പക്ഷേ എല്ലായിടത്തും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായി മാറി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.